ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 45. സൈറസിനെ നിയോഗിക്കുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത് കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ, തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളിച്ചെയ്യുന്നു: ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിൻ്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയുന്നതിനും വേണ്ടി തന്നെ. ഞാൻ പ്രകാശമുണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്ന് പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ, അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. കർത്താവ് ലോകനിയന്താവ്. ഒരുവൻ കുശവൻ്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സൃഷ്ടാവിനെ എതിർത്താൽ അവന് ഹാ കഷ്ടം. കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്തോ, നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്നോ ചോദിക്കുമോ? പിതാവിനോട് എന്താണ് നീ എന്നെ ജനിപ്പിക്കുന്നതെന്നും മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നവന് ആ ദുരിതം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും സൃഷ്ടാവുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: എൻ്റെ മക്കളെ പറ്റിയോ എൻ്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ? ഞാൻ ഭൂമിയുണ്ടാക്കി, അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും. സൈന്യങ്ങളെ കർത്താവ് അരുളിച്ചെയ്യുന്നു: നീതിയിൽ ഞാൻ ഒരുവനെ ഉയർത്തി, ഞാൻ അവൻ്റെ പാത നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കർത്താവ് അരുളിച്ചെയ്യുന്നു: ഈജിപ്തിൻ്റെ ധനവും എത്യോപ്യയുടെ കച്ചവട ചരക്കും ദീർഘകായരായ സേബായരും നിൻ്റേതാകും. അവർ നിന്നെ അനുഗമിക്കും. ചങ്ങലകളാൽ ബന്ധിതരായ അവർ വന്ന് നിന്നെ വണങ്ങും. ദൈവം നിന്നോട് കൂടെ മാത്രമാണ്, അവിടുന്നല്ലാതൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് യാചിക്കും. ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും അറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവർ ലജ്ജിച്ച് തലതാഴ്ത്തും. വിഗ്രഹ നിർമ്മാതാക്കൾ പരിഭ്രാന്തരാകും. കർത്താവ് ഇസ്രായേലിനെ എന്നേക്കും രക്ഷ നൽകിയിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരികയില്ല. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് ആകാശം സൃഷ്ടിച്ച കർത്താവ് അരുളിച്ചെയ്യുന്നു. അവിടുന്നാണ് ദൈവം. അവിടുന്ന് ഭൂമിയെ രൂപപ്പെടുത്തി സ്ഥാപിച്ചു. വ്യർത്ഥമായിട്ടല്ല, അധിവാസയോഗ്യമായി തന്നെ അവിടുന്ന് അത് സൃഷ്ടിച്ചു. അന്ധകാരം നിറഞ്ഞെടുത്ത് വെച്ച് രഹസ്യമായല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ എന്നെ തിരയുവാൻ യാക്കോബിൻ്റെ സന്തതിയോട് ഞാൻ ആവശ്യപ്പെട്ടില്ല. കർത്താവായ ഞാൻ സത്യം പറയുന്നു, ഞാൻ ശരിയായത് പ്രഖ്യാപിക്കുന്നു. ജനതകളിൽ അവശേഷിച്ചവരെ ഒരുമിച്ചുകൂടി അടുത്തു വരുവീൻ. തടികൊണ്ടുള്ള വിഗ്രഹം പേറി നടക്കുകയും രക്ഷിക്കാൻ കഴിവില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവർ അജ്ഞരാണ്. നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടിയാലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞതാരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു, ഒരിക്കലും തിരിച്ചെടുക്കാത്ത നീതിയുടെ വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എല്ലാവരും എൻ്റെ മുൻപിൽ മുട്ടുമടക്കും, എല്ലാ നാവും ശബ്ദം ചെയ്യും. നീതിയും ബലവും കർത്താവിൻ്റെ മാത്രമെന്ന് എന്നെക്കുറിച്ച് മനുഷ്യർ പറയും. അവിടുത്തെ എതിർക്കുന്നവരെല്ലാം അവിടുത്തെ മുൻപിൽ ലജ്ജിതരാകും. ഇസ്രായേലിൻ്റെ സന്തതികൾ കർത്താവിൽ വിജയവും മഹത്വവും കൈവരിക്കും. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ അതികഠിനമായ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് ഈ 45-ാം അധ്യായം എഴുതപ്പെട്ടത്. അന്ന് ലോകശക്തിയായിരുന്ന ബാബിലോണിനെ തകർക്കാൻ പേർഷ്യൻ രാജാവായ സൈറസിനെ ദൈവം തൻ്റെ അഭിഷിക്തനായി തിരഞ്ഞെടുക്കുന്ന അതിവിസ്മയകരമായ പ്രവചനമാണ് ഇവിടെ നാം കാണുന്നത്. വിജാതീയനായ ഒരു രാജാവിനെ പോലും തൻ്റെ രക്ഷാകര പദ്ധതിക്കായി ദൈവം ഉപയോഗിക്കും എന്ന വലിയ സത്യം ഈ ചരിത്ര പശ്ചാത്തലം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു.
സൈറസ് രാജാവ് വിജാതീയ കുലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. എന്നാൽ പിതാവായ ദൈവം ഈ വ്യക്തിയാണ് തൻ്റെ രക്ഷാകര പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇസ്രായേലിൻ്റെ വിമോചനവും ജെറുസലേമിൻ്റെ പുനരുദ്ധാരണവുമാണ് ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശമെങ്കിലും ദൈവം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ് എന്ന പ്രഖ്യാപനമാണ് ഇതിൽ മുഴങ്ങിക്കേൾക്കുക. സൈറസ് രാജാവിനെ പേരെടുത്ത് വിളിക്കുന്നതിലൂടെ മനുഷ്യചരിത്രത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് യെശയ്യാ പ്രവാചകൻ അടിവരയിട്ട് പറയുന്നു. നാം ഈ പഴയ നിയമ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു എന്നുള്ളത്. അതെ സഹോദരങ്ങളെ, നിങ്ങളെയും എന്നെയും പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം തന്നെയാണ് ചരിത്രത്തിലുടനീളം പലരെയും പേര് ചൊല്ലി വിളിച്ച് തൻ്റെ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. താൻ അറിയാത്ത ദൈവം തന്നെ നയിക്കുന്നു എന്ന തിരിച്ചറിവ് സൈറസിനും തൻ്റെ ജനത്തെ ദൈവം മറന്നിട്ടില്ല എന്ന ബോധ്യം പ്രവാസികൾക്കും ഈ തിരുവചന ഭാഗം നൽകി. ദൈവത്തിൻ്റെ അപ്രമാദിത്വവും അവിടുത്തെ സൃഷ്ടികർമ്മത്തിലെ മഹത്വവും വിളിച്ചോതുന്ന ഈ പ്രവചനം അക്കാലത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ വലിയൊരു ആശ്വാസമായിരുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ അചഞ്ചലമായ ധൈര്യവും ആത്മവിശ്വാസവും ഈ 45-ാം അധ്യായത്തിലെ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അവിശ്വസനീയമെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ പോലും ദൈവനാമത്തിൽ വിളിച്ചു പറയാൻ യെശയ്യാ പ്രവാചകൻ കാണിച്ച ചങ്കൂറ്റം വിശ്വാസികളായ നാം ഓരോരുത്തർക്കും വലിയൊരു മാതൃകയാണ്. കളിമണ്ണ് കുശവനോട് തർക്കിക്കുന്നത് പോലെ മനുഷ്യൻ ദൈവത്തോട് തർക്കിക്കരുത് എന്ന പ്രവാചകൻ്റെ താക്കീത് അവിടുത്തെ പരമാധികാരത്തെ അംഗീകരിക്കാനുള്ള ആഹ്വാനമാണ്. ഇത് ചോദ്യം ചെയ്തപ്പോഴാണല്ലോ ലൂസിഫർ പുറത്തായത്. നന്മയും തിന്മയും വെളിച്ചവും ഇരുട്ടും സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ സകലതും ഭദ്രമാണെന്ന അറിവ് പ്രവാചകന് വലിയ ആത്മീയ ദൃഢത നൽകി. അന്ധകാരത്തിൻ്റെ നിഗൂഢതകളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾ തൻ്റെ ജനത്തിന് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുമ്പോൾ യെശയ്യാ അത് അതീവ ഹൃദ്യമായി അവതരിപ്പിക്കുന്നു. രക്ഷാകരമായ നീതി ആകാശത്തു നിന്ന് പെയ്യട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് വരാനിരിക്കുന്ന മിശിഹായെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്രത്യാശയുടെ പ്രകടനമാണ്, പ്രവചനമാണ്. ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികളെ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ മുട്ടുമടക്കാൻ സകല ജനതകളോടും പ്രവാചകൻ ആവേശത്തോടെ ആഹ്വാനം ചെയ്യുന്നു. സഹോദര സഹോദരി, ഇന്നത്തെ ആധുനിക ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികളായ നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ 45-ാം അധ്യായം വലിയ വലിയ പാഠങ്ങളാണ് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിൽ അവിടുന്ന് നമുക്ക് മുൻപേ നടന്ന് കവാടങ്ങൾ തുറക്കുമെന്നും പർവ്വതങ്ങൾ നിരപ്പാക്കുമെന്നും ഇരുമ്പോടാമ്പലുകൾ തകർക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അത് ഇന്നും പ്രസക്തമാണ്. ലോകത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങളോ സാമൂഹിക വെല്ലുവിളികളോ എന്തു തന്നെയായാലും ദൈവപിതാവിൻ്റെ പദ്ധതികളെ തടയാൻ ആർക്കും, ഒരു വ്യക്തിക്കും, ഒരു ശക്തിക്കും സാധിക്കില്ലെന്ന് നാം തിരിച്ചറിയണം. വിഗ്രഹങ്ങളിലേക്കും അസ്ഥിരമായ ലൗകിക സുരക്ഷകളിലേക്കും സുരക്ഷിത ബോധങ്ങളിലേക്കും നമ്മുടെ ഇൻസെക്യൂരിറ്റി കവർ ചെയ്യാൻ നാം യൂസ് ചെയ്യുന്ന പല മേഖലകളിലേക്കും തിരിയുന്ന ആധുനിക മനുഷ്യനോട് ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപനം നമുക്കും വലിയൊരു താക്കീതാണ്. ദൈവനീതി നടപ്പിലാക്കുന്ന വിധി ദിവസത്തെക്കുറിച്ച് ഈ അധ്യായം പരോക്ഷമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതിമാന്മാരെ രക്ഷിക്കാനും അവിശ്വസ്തരെ ലജ്ജിപ്പിക്കാനും ദൈവം എഴുന്നള്ളുന്ന സമയം ആസന്നമാണെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ അനീതികൾക്കും അധർമ്മങ്ങൾക്കും മുൻപിൽ പതറാതെ തളരാതെ ദൈവത്തിൻ്റെ അന്തിമ വിധിയിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഈ വചനഭാഗം നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഓരോ പ്രതിസന്ധിയിലും, ഓരോ രോഗപീഠ അവസ്ഥയിലും, ഓരോ സാമ്പത്തിക ക്ലേശങ്ങളിലും, ഓരോ ജീവിതത്തിലെ തകർക്കുന്ന അവസ്ഥയിലും ദൈവത്തിൻ്റെ കരം ദർശിക്കാനും അവിടുത്തെ കരുണയിൽ ഒരു കുഞ്ഞിനെ പോലെ ശരണപ്പെടാനും ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, മിശിഹായുടെ മഹത്വപൂർണ്ണമായ 2ാം വരവിനായി ഒരുങ്ങാൻ ഈ അധ്യായവും നമ്മെ ആത്മീയമായി ഉത്തേജിപ്പിക്കുന്നു. സകല മുട്ടുകളും അവിടുത്തെ മുൻപിൽ മടങ്ങുമെന്നും സകല നാവുകളും ദൈവത്തെ സ്തുതിക്കുമെന്നുമുള്ള പ്രവചനം ക്രിസ്തുവിൻ്റെ അന്തിമ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുത്തെ വരവിൽ സകല ജനതകളും രക്ഷയിലേക്ക് വിളിക്കപ്പെടും എന്നുള്ള പ്രത്യാശ നമ്മെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കണം. നാം ദൈവത്തിൻ്റെ കളിമൺ പാത്രങ്ങളാണ്. ആ പാത്രങ്ങൾ
ക്ലീനായി, വൃത്തിയായി, ശുദ്ധമായിരിക്കുമ്പോൾ മാത്രമാണ് അതിൽ ദൈവമാകുന്ന വരപ്രസാദത്തിൻ്റെ ശുദ്ധജലം മറ്റുള്ളവർക്ക് ആകുവാൻ, മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുവാൻ സാധിക്കുക. അതിൽ ചെറിയൊരു കറ ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഒരു ദൈവിക അനുഭവം ആവില്ല. നാം മറ്റുള്ളവർക്ക് ഒരു ക്രിസ്തു അനുഭവമായി മാറണമെങ്കിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എന്തുമാത്രം വിശുദ്ധിയിൽ നാം കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വലിയൊരു വീണ്ടെടുപ്പിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷമായിരിക്കും. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ലോകത്തിൻ്റെ അതിർത്തികളോളം രക്ഷയുടെ സന്ദേശം എത്തിക്കാൻ നാം നമ്മെ കൊണ്ടാവുന്ന രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. യേശയ്യായുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ദൈവം നമ്മെ വിട്ടുപിരിയാത്തവനും വിശ്വസ്തനുമാണെന്നാണ്. അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വരാനിരിക്കുന്ന മഹത്വത്തിനായി നമുക്ക് പ്രാർത്ഥനയോടെ ഒരുമിച്ച് കാത്തിരിക്കാം. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളെ നയിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ സ്വരം ഉപയോഗിക്കുകയാണ്. കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഓർക്കുന്നുണ്ട്. അത് വളരെ സ്നേഹത്തോടെ പറയുകയാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങളെ ഞാൻ കാണുന്നില്ലെങ്കിലും കർത്താവിൻ്റെ കുടുംബം, ആ കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ നാം ദൂരത്തായിരുന്നാലും നാം ഈ മാധ്യമത്തിലൂടെ, നാം യൂട്യൂബിലൂടെ കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുന്നതിലൂടെ ആദിമ ക്രൈസ്തവരെ പോലെ ഒരൊറ്റ ചരടിൽ കോർത്ത അംഗങ്ങളായി മാറുകയാണ്. ഒരൊറ്റ ചരടിൽ കോർത്ത മുത്തുകളായി മാറുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.